വെൽക്കം ടു എജുപോഡ്. മക്കളെ, നമ്മുടെ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. +1 സോഷ്യോളജിയുടെ മക്കൾക്ക് സന്തോഷ വാർത്തയാണ്. നമ്മുടെ +1 സോഷ്യോളജിയിലെ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തായാലും ഈ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെട്ടാലോ? റെഡിയാണോ നിങ്ങൾ കേൾക്കാൻ? ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതിൻ്റെ കൂടെ ആൻസേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നമ്മുടെ ഓണം എക്സാമിന് നമ്മളൊരു പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഏതാണ്? ദെൻ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. റെഡിയാണോ മക്കളെ? ഓക്കെ ആണല്ലോ? നമ്മുടെ എത്രയാ പേയ്മെൻറ്റ് വരുന്നത്? വെറും 4799 നമുക്ക് പേയ്മെൻറ്റ് വരുന്നത്. ജോയിൻ ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇനി കുറച്ച് സമയമല്ലുള്ളൂ നമുക്ക്. ആണോ? ഓണം എക്സാം ഇതാ പെട്ടെന്ന് കഴിയും. ഇനി നമുക്ക് എന്ത് വരുന്നുണ്ട്? ക്രിസ്മസ് എക്സാമും മോഡൽ എക്സാമും പബ്ലിക് എക്സാമിന് നമുക്ക് വരുന്നപ്പോൾ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ കാര്യം നമുക്ക് പഠിക്കാം വേണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? മാത്രമല്ല, ഓഗസ്റ്റ് 20 മുന്നേ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് എന്തുണ്ട്? ഗെറ്റ് ടു ഓഫറും അവൈലബിൾ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. നിങ്ങളുടെ സീറ്റ് നിങ്ങൾ പെട്ടെന്ന് ഉറപ്പിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം ദെൻ എങ്ങനെ നമ്മുടെ ഈ ഓണം എക്സാം നമ്മൾ എഴുതുന്ന ടോപ്പിക്സ്, ഈ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഈ ടോപ്പിക്സും അതിൻ്റെ ക്വസ്റ്റ്യൻസും എങ്ങനെ നിങ്ങൾക്ക് ലഭിക്കും? സംശയമുള്ളവരുണ്ടോ എങ്ങനെ ലഭിക്കും എന്നുള്ളത്? എങ്ങനെ നമുക്ക് ലഭിക്കുക? ഓണം എക്സാമിൻ്റെ നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി റിവ്യൂ ജോയിൻ ചെയ്യുക. മാത്രമല്ല, ഈ നോട്ട്സ് മാത്രമല്ല, സോഷ്യോളജിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അതുപോലെ പ്രീവിയസ് ഇയേഴ്സിലായി നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ദെൻ മൈക്രോബിറ്റും ചാപ്റ്റർ സമ്മർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റെഡി അല്ലേ? ചുമ്മാ വേസ്റ്റ് ആക്കണോ? വേണ്ടല്ലോ. നഷ്ടപ്പെടുത്തണോ? വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സപ്പ് ലിങ്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാൻ വരും നമ്മുടെ ലിങ്ക്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ എവിടെ കൊടുക്കുക? കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഓക്കെ അല്ലേ? ഷെയർ ചെയ്യുമല്ലോ, ലൈക്ക് അടിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ള ക്വസ്റ്റ്യൻസ്. ഇത് പഠിച്ചാൽ, ഈ ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾ പഠിച്ചോ, എന്തായാലും ഷുവർ മാർക്ക് ഉറപ്പാണ്. ഈ എക്സാമിന് നിങ്ങൾ നല്ല മാർക്കോടെ നിങ്ങൾ പാസ്സാക്കും. നോക്കാം എന്താണ് തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആൻഡ് അതുപോലെ തന്നെ എന്താണ്? ഡിസ്കസ് ഹൗ ടു കണക്ട് പേഴ്സണൽ പ്രോബ്ലംസ് ടു പബ്ലിക് ഇഷ്യൂസ്. ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ക്വസ്റ്റ്യൻസ് മുതൽ നമുക്ക് ഷോർട്ട് ടെസ്റ്റ് വരെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ ആണോ? ചുമ്മാ കളയണോ? വേണ്ടല്ലോ. എന്താണ് മക്കളെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? എന്താണ്? ദ ടേം കൊണ്ടുവന്ന വ്യക്തിയുടെ പേരെന്താണ്? സി റൈറ്റ് മിൽസ് ആണ്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം എന്താണ് ഇവിടെ കൊണ്ടുവരുന്നത്? എന്താണ്? വ്യക്തിഗത അനുഭവങ്ങളെ എന്ത് ചെയ്യാണ്? വിശാലമായ സാമൂഹികവും ചരിത്രപരവുമായ സന്ദർഭങ്ങളുമായി ബന്ധിപ്പിക്കുവാനുള്ള കഴിവാണ് അദ്ദേഹം ഇതിലൂടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും വ്യക്തിപരമായി തോന്നുന്നത് വിശാലമായ പൊതുപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ പേഴ്സണൽ പ്രോബ്ലംസും അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂ തമ്മിൽ എന്തൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട്. അവിടെ എന്താണ് പേഴ്സണൽ പ്രോബ്ലംസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ എന്താണ് പബ്ലിക് ഇഷ്യൂസ്, ഇത് തമ്മിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? സാമൂഹിക ഭാവന വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ പൊതു പ്രശ്നങ്ങൾക്കും ഇടയിൽ വരുന്ന ഒരു വലിയ ഗ്യാപ്പാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നികത്തുന്നത്. വ്യക്തിഗത അനുഭവങ്ങൾ പലപ്പോഴും എന്തുമായിട്ട് ബന്ധമുണ്ടാവാറുണ്ട്? വലിയ സാമൂഹിക ശക്തികളാൽ രൂപപ്പെടുത്തപ്പെടുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട്. പഠിച്ചോളൂ മക്കളെ, എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇനി മറ്റൊരു ടോപ്പിക് ആണ്. ഇത് എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചോളൂ, വരും. എന്താണ്? സോഷ്യോളജി റിലേഷൻഷിപ്പ് ടു അതർ സോഷ്യൽ സയൻസ് ഡിസിപ്ലിൻ. എന്താണ്? സമൂഹശാസ്ത്രവും അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ മറ്റ് ഡിസിപ്ലിൻസുകൾ ഏതൊക്കെയാണ് മക്കളെ? ഈ മറ്റ് ഡിസിപ്ലിൻസുകൾ ഏതൊക്കെയാണ് വരുന്നത്? സോഷ്യോളജി ആൻഡ് ഇക്കണോമിക്സ്, സോഷ്യോളജി ആൻഡ്
പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ആന്ത്രോപോളജി ആൻഡ് സൈക്കോളജി. ഇത്രയും സബ്ജക്റ്റുകൾ തമ്മിലുള്ള ഒരു ഇന്റർ കണക്ഷൻ എന്താണ്, അവിടെ സോഷ്യോളജിക്ക് വല്ലതും നടക്കുന്നുണ്ടോ എന്തൊക്കെയുണ്ടോ എന്നൊക്കെ നമ്മൾ എവിടെ പഠിക്കും? നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ഓരോന്നിലായിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്ത് ചെയ്യുക, വേസ്റ്റ് ആക്കണോ? നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ ഈ പഠിച്ചോളൂ മക്കളെ, എന്തായാലും ഈ ഭാഗത്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, ഷുവറാണ്. ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊരു ടോപ്പിക്കാണ് എന്ത് പറയുന്നത്, ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ആൻഡ് ദെയർ റോൾ ഇൻ സൊസൈറ്റി. സമൂഹത്തിലെ സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെ റോൾ എന്താണ്, അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടോപ്പിക്കിൽ പഠിച്ചോളൂ, എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, വാട്ട് ഈസ് സോഷ്യൽ ഗ്രൂപ്പ് ആദ്യം കൊടുക്കുക. എസ്സേക്കാണെങ്കിൽ എന്താണ് സോഷ്യൽ ഗ്രൂപ്പ് എന്ന് കൊടുക്കുക. പിന്നെ എന്ത് കൊടുക്കുക, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, കണ്ടിന്യൂസ് ഇൻട്രാക്ഷൻ അല്ലേ, തുടർച്ചയായ പരസ്പര പ്രവർത്തനമുണ്ട്, സസ്റ്റൈനബിൾ മോഡൽ ഓഫ് ദിസ് ഇൻട്രാക്ഷൻ, ഗ്രൂപ്പ് കോൺഷ്യസ്നെസ് ആണ്, സംഘബോധമുണ്ട്, പബ്ലിക് ഇൻട്രസ്റ്റ് പൊതു താല്പര്യം, ആൻഡ് അക്സെപ്റ്റൻസ് ഓഫ് കോമൺ റൂൾസ് ആൻഡ് വാല്യൂസ്, എ ഡെഫിനൈറ്റ് സ്ട്രക്ചർ ഒക്കെ നമുക്ക് ഇതിൻ്റെ ഫീച്ചറായിട്ട് കൊടുക്കാം. അതുപോലെ എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് ഏതൊക്കെയുണ്ട്, പ്രൈമറി ഗ്രൂപ്പ്സ് ഉണ്ട്, സെക്കൻഡറി ഗ്രൂപ്പ്സ് ഉണ്ട്, ദെൻ പിയർ ഗ്രൂപ്പ്സ് ഉണ്ട്, ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ്, റെഫറൻസ് ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ഒക്കെ നമുക്കിതിൽ ഉൾപ്പെടും. അപ്പോൾ എന്ത് ചെയ്യുക മക്കളെ, ഇതൊക്കെ പഠിച്ചോളൂ, എന്തായാലും ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, പ്രൈമറി ഗ്രൂപ്പിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, മെമ്പർ ഓഫ് ദ പ്രൈമറി ഗ്രൂപ്പ് ഹാവ് എ സെൻസ് ഓഫ് വി. എന്താണ് മക്കളെ, വി അല്ലേ, നമ്മൾ എന്നൊരു ബോധം ഉണ്ടാവില്ലേ, അവിടെ ഉണ്ടാവും. ദെൻ സ്മോൾ ഇൻ സൈസ്, വലുപ്പത്തിൽ എന്താണ്, വളരെ ചെറുതാണ്, പേഴ്സൺ ഓറിയന്റഡ് വ്യക്തിപര അധിഷ്ഠിതമാണ്, ഹാവ് ഡയറക്റ്റ് ഇമോഷണൽ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സെക്കൻഡറി ഗ്രൂപ്പ് എന്താണ്, ഫോർമൽ റിലേഷൻഷിപ്സ് ആണല്ലോ, ഗോൾ ഓറിയന്റഡ് ആണല്ലോ, റിലേറ്റീവ്ലി ലാർജ് ആണ്, ദെൻ നോൺ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. പഠിച്ചോളൂ, ഫീച്ചേഴ്സ് പഠിച്ചോളൂ, നമുക്ക് 2-3 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ട്. ഇനി എന്താണ് കമ്മ്യൂണിറ്റി, വാട്ട് ഈസ് കമ്മ്യൂണിറ്റി, എന്താണ് ഒരു നിശ്ചിത പ്രദേശത്തെ വളരെ അടുത്തതും വ്യക്തിപരവും കുറേ കാലം നിൽക്കുന്നതുമായ ബന്ധത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെയാണ് എന്ത് പറയുന്നത്, സമുദായം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫാമിലി, വില്ലേജ് ഒക്കെ അതിൽ ഉൾപ്പെടും. ഓക്കെ ആണല്ലോ? ദെൻ മറ്റൊരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ. ദെൻ ഇൻ ഗ്രൂപ്പ് ആൻഡ് ഔട്ട് ഗ്രൂപ്പ് എന്താണ്, ഒരു വ്യക്തി അംഗമാവുകയും നമ്മൾ വി എന്ന വികാരം പങ്കിടുകയും ചെയ്യുന്ന സംഘമാണ് എന്ത്, അംഗസംഘം. ദെൻ WG സംനർ, ഈ പേര് ഓർത്ത് വെക്കുക കേട്ടോ, ആണ് ഇൻ ഗ്രൂപ്പ് എന്ന് ഈ ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. 1 വേർഡ് ചോദിക്കും, WG സംനർ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇൻ ഗ്രൂപ്പ്, ഔട്ട് ഗ്രൂപ്പ് എന്താണ്, ഹസ് എന്നുള്ള ഫീൽ ആയിരിക്കും ഉണ്ടാവുക, വി ആവില്ല, എസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ ആണല്ലോ? മറ്റൊന്നാണ് റെഫറൻസ് ഗ്രൂപ്പ്. എന്താണ്, ഒരു വ്യക്തി ഏതു സംഘങ്ങളുടെ ജീവിത രീതികൾ ആണ് അനുകരിക്കപ്പെടുന്നത്, ആ സംഘത്തെ, ആ ഗ്രൂപ്പിനെയാണ് എന്ത് പറയുന്നത്, റെഫറൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂവി സ്റ്റാർസിനൊക്കെ കണ്ടിട്ട് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക, ആ ലൈഫ് സ്റ്റൈലും നമ്മുടെ ക്യാരക്ടറൊക്കെ മാറ്റുന്നത്, അല്ലെങ്കിൽ ഒരു കൾച്ചർ, നമ്മുടെ കൾച്ചർ മാറ്റി വെച്ചിട്ട് മറ്റ് കൾച്ചർ നമ്മൾ അതുപോലെ ഫോളോ ചെയ്യുന്നതൊക്കെ എന്താണ്, ഈ റെഫറൻസ് ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ഓക്കെ ആണല്ലോ? മറ്റൊന്നാണ് എന്ത്, പിയർ ഗ്രൂപ്പ്. സമപ്രായക്കാർക്കിടയിലോ പൊതുവായ പ്രൊഫഷണൽ വിഭാഗങ്ങൾക്കിടയിലോ രൂപം കൊള്ളുന്ന ഒരു പ്രാഥമിക സംഘമാണ് എന്ത് പറയുന്നത്, സമപ്രായക്കാരുടെ സംഘം അല്ലെ. നിങ്ങൾക്കറിയാലോ പിയർ ഗ്രൂപ്പ് ഏതൊക്കെയാന്നുള്ളത്. യെസ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാറ്റസ് ആൻഡ് റോള്. പദവിയും റോളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? സ്റ്റാറ്റസ്, റോള് എന്താവും, ഇത് പഠിച്ചോളൂ കേട്ടോ. എന്താണ് സ്റ്റാറ്റസ്? പദവിയും പങ്കും എന്താണ്, ഒരു
ഡുവൽ കോൺസെപ്റ്റ് ആണ് അല്ലെ, ഡുവൽ കോൺസെപ്റ്റ് ആണ്, ഇരട്ട സങ്കല്പങ്ങളാണ്. സമൂഹത്തിലെയോ സംഘത്തിലെയോ ഒരു വ്യക്തിക്കുള്ള സ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, പദവി എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് ആണല്ലോ. ഒരു വ്യക്തിക്ക് സൊസൈറ്റി നൽകുന്ന ഒരു സ്ഥാനമാണ് എന്തെന്ന് പറയുന്നത്, പദവി എന്ന് പറയുന്നത്. ദെൻ പ്രത്യേക അവകാശങ്ങളും ചുമതലകളും നിർവഹിച്ചിട്ടുള്ള സാമൂഹിക സ്ഥാനത്തെയാണ് പദവി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. എന്നാൽ റോൾ എന്താണ്, വാട്ട് ഈസ് ദ പങ്ക്? പദവിയുടെ ചലനാത്മകമോ പെരുമാറ്റമോ ആയിട്ടുള്ള തലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പങ്ക് എന്ന് വിളിക്കുന്നത്. ഒരു നിശ്ചിത പദവിയിലിരിക്കുന്ന വ്യക്തിയിൽ നിന്നും സമൂഹം പ്രതീക്ഷിക്കുന്ന പെരുമാറ്റമാണ് എന്ത്, പങ്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സ്റ്റാറ്റസും റോളും പഠിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കത് 3 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, പഠിച്ചോളൂ കേട്ടോ. ഓക്കെ ആണല്ലോ. യെസ്, മറ്റൊരു ടോപ്പിക്കാണ് എന്ത്, പോളിഗമി ആൻഡ് മോണോഗമി, ദ ഫോംസ് ഓഫ് മാരേജ്. ഇത് നമ്മൾ ഒരു 4-5 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, പഠിച്ചോളൂ മക്കളെ. വാട്ട് ഈസ് ദി പോളിഗമി, വാട്ട് ഈസ് ദി മോണോഗമി? എന്താണ് മോണോഗമി? ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്ന വിവാഹ രീതിയാണ് എന്തെന്ന് പറയുന്നത്, മോണോഗമി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. ആ പോളിഗമി എന്താണ്, ഒരാൾ ഒരേ സമയം ഒന്നിലധികം എതിർ ലിംഗക്കാരെ വിവാഹം കഴിക്കുന്നതാണ് എന്ത്, പോളിഗമി എന്ന് പറയുന്നത്. ഈ പോളിഗമി 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്നെന്താണ്, ഒന്ന് പോളിഗിനിയാണ്. എന്താണ്, പോളിഗിനിയാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു പുരുഷൻ ഒന്നിലധികം സ്ത്രീകളെ വിവാഹം കഴിക്കുന്ന രീതിയാണ് ഏത് പറയുന്നത്, പോളിഗിനി എന്ന് പറയുന്നത്. ദെൻ പോളിയാൻഡ്രി എന്താണ്, ഒരു സ്ത്രീ എന്താണ് ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതാണ് എന്ത് മക്കളെ, പോളിയാൻഡ്രി എന്ന് പറയുന്നത്. അപ്പൊ 4 എണ്ണം ഉണ്ട്, പഠിച്ചു വെച്ചോളൂ. ഓക്കെ ആണല്ലോ. മറ്റൊന്നാണ് എന്ത്, സീരിയൽ മോണോഗമി. എന്താണ്, സീരിയൽ കില്ലർ വല്ലതാണോ? അല്ല. എന്താണ് സീരിയൽ മോണോഗമി? എന്താണ്, പല സമൂഹങ്ങളിലും ആദ്യ പങ്കാളിയുടെ മരണത്തിലോ വിവാഹമോചനത്തിന് ശേഷമോ വ്യക്തികൾക്ക് വീണ്ടും വിവാഹം കഴിക്കാൻ എന്തുണ്ട്, അനുവാദമുണ്ട്. അങ്ങനെയാണ് സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. മറ്റൊന്നെന്താണ്, അറേഞ്ച് മാരേജ് ആണ് അല്ലേ. ഇപ്പൊ നമ്മുടെ സൈഡിലൊക്കെ കണ്ടുവരുന്നത് അറേഞ്ച് മാരേജ് ആണ്. മാതാപിതാക്കളോ ബന്ധുക്കളോ കണ്ടുപിടിച്ചിട്ട് ആ കല്യാണം നടത്തുന്നതാണ് എന്ത്, അറേഞ്ച് മാരേജ് എന്ന് പറയുന്നത്. ദെൻ റൂൾസ് ഓഫ് എൻഡോഗമി ആൻഡ് എക്സോഗമി. എൻഡോഗമിയുടെയും എക്സോഗമിയുടെയും നിയമങ്ങൾ എന്താണ്, ഇത് പഠിച്ചോളി മക്കളെ. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ വരും. അപ്പം നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ ഓണം എക്സാമിൻ്റെ കമ്മ്യൂണിറ്റി സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലിങ്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഓരോ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുപോലെ മൈക്രോബിറ്റും PYക്കും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ അവൈലബിൾ ആണ്. പെട്ടെന്ന് നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ എജുപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ചിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ഓഗസ്റ്റ് 20-ന് മുന്നെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നത്. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് ഓഫർ നിങ്ങൾക്ക് ഈ സംഖ്യയിൽ നിന്ന് കിട്ടും. എത്ര, നമുക്ക് 4299 നമുക്ക് വരുന്നത്. അപ്പോൾ ഓഗസ്റ്റ് 20-ന് മുന്നേ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ. ദെൻ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ എന്ത് ചെയ്യുക, ഈ ഒരു എജുപോർട്ടിൻ്റെ ഈ ഒരു ബാച്ച് എന്ന് പറയാൻ എന്താണ്, ഇനി നമുക്ക് എക്സാം അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആണല്ലോ. യെസ്, ഓണം എക്സാം ഇത്ര പെട്ടെന്നാണ് കഴിയും. ഇനി നമുക്ക് അടുത്ത എക്സാം വരും അല്ലേ, ക്രിസ്മസ് ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, ഇത് പബ്ലിക് എക്സാം വരെ ആവറായി. അപ്പോൾ ഇപ്പോൾ +1 ആണ്, ഇനി +2 കൂടെ ഇല്ലേ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, എജുപോർട്ടിന് മികച്ച ഫാക്കൽറ്റീസിനെ കൂടെ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് അല്ലേ? ഓക്കെ. ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്ക് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. എന്താണ് സോഷ്യൽ കൺട്രോൾ? ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, ഉറപ്പാണ്, എന്തായാലും ചോദിക്കും. വാട്ട് ഈസ് സോഷ്യൽ കൺട്രോൾ? എന്താണ്? സാമൂഹിക നിയമങ്ങൾ അനുസരിക്കാത്ത ഒരു വ്യക്തിയെ നിയമാനുസൃതമായ രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു മാർഗമാണ് എന്ത് മക്കളെ, സാമൂഹിക നിയന്ത്രണം എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ. വളരെ എന്താണ്,
വളരെ സിമ്പിളാണ്. മനസ്സിലായല്ലോ എന്താണ് സോഷ്യൽ കൺട്രോൾ. മറ്റൊന്നാണിത് ഫങ്ഷണലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ. എന്താണ് ഫങ്ഷണലിസ്റ്റ് പോയിന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ? എന്താണ്? വ്യക്തിയുടെയും സംഘത്തിൻ്റെയും പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഒരു ബലപ്രയോഗമാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് എന്ത് പറയുന്നത് ദ കോൺഫ്ലിക്റ്റ് പോയിന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അവിടെ എന്താ പറയുന്നത്? സോഷ്യൽ കൺട്രോൾ ഈസ് ദ മെക്കാനിസം ബൈ വിച്ച് ഡൊമിനന്റ് ക്ലാസസ് ഡൊമിനേറ്റ് അതർ സൊസൈറ്റി. പ്രബല വർഗത്തിൽപ്പെട്ട ആളുകളെ എന്താണ് സമൂഹത്തിലെ മറ്റുള്ളവരുടെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കുന്നതാണ് എന്ത് സോഷ്യൽ കൺട്രോൾ എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അതുപോലെ വാട്ട് ഈസ് ദി ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ? ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? പഠിക്കുക നന്നായിട്ട് പഠിച്ചോളൂ. എന്തായാലും നമുക്ക് ഷോർട്ട് ടെസ്റ്റ് ഒക്കെ നമുക്ക് ആ ഭാഗത്ത് ക്വസ്റ്റ്യൻസ് വന്ന് കണ്ടിട്ടുണ്ട്, എന്തായാലും വരും, ഉറപ്പാണ്. ഓക്കെ ആണല്ലോ? മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് എന്ത് ദ സ്ട്രക്ചർ ഓഫ് ഫാമിലി. ബേസിക് സ്ട്രക്ചർ ഓഫ് ഫാമിലി ഏതൊക്കെയാണ്? അറിയാലോ? അറിയാത്തവരില്ലല്ലോ. ഏതൊക്കെയാണ്? റെസിഡൻസിന്റെ ബേസിൽ നമ്മൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്ന് മാട്രിലോക്കൽ ഫാമിലിയും അതുപോലെ പാട്രിലോക്കൽ ഫാമിലി. ദെൻ മറ്റൊന്നാണ് എന്ത് അതോറിറ്റി ആൻഡ് ഡൊമിനൻസിന്റെ ബേസിൽ നമ്മൾ രണ്ടായി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. മാട്രിയാർക്കൽ ഫാമിലി അതുപോലെ പാട്രിയാർക്കൽ ഫാമിലി. ഓരോന്നും എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്നാണ് ലൈനേജ് അല്ലെ, വംശപാരമ്പര്യത്തെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? മാട്രിലീനിയൽ ഫാമിലി ആൻഡ് പാട്രിലീനിയൽ ഫാമിലി. വളരെ സിമ്പിൾ ആണ്. അപ്പൊ 4 എത്രയാണ്? നമുക്ക് 6 പഠിക്കാണ്ട്. ഓക്കെ ആണല്ലോ? സിമ്പിൾ അല്ലേ? ഇത്രയേ ഉള്ളൂ മക്കളെ, പഠിച്ചോളൂ. എന്തായാലും നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ഷുവറാണ് കേട്ടോ. മറ്റൊന്നാണ് എന്ത് സ്റ്റേറ്റ്ലെസ് സൊസൈറ്റി. ഒരു രാഷ്ട്രരഹിത സമൂഹം എന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് മക്കളെ രാഷ്ട്രരഹിത സമൂഹം? ആധുനിക സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് നമുക്ക് നിലനിന്നിരുന്ന സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ പ്രദേശങ്ങളെയാണ് എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ഇല്ലാത്ത സമൂഹങ്ങൾ എന്ന് വിളിച്ചത്. അപ്പൊ ആ ഒരു സമയത്തെ ഒരു സാമൂഹിക ക്രമം നിലനിർത്തുന്നതിനുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ എന്തിവിടെ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഭാഗം, പഠിച്ചോളും. അതുപോലെ തന്നെ കോൺസെപ്റ്റ് ഓഫ് ദി സ്റ്റേറ്റ് എന്നൊരു കോൺസെപ്റ്റ് എന്താണ് എവിടെ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇതും സോവേണിറ്റി, സിറ്റിസൺഷിപ്പ്, ഐഡിയാസ് ഓഫ് നാഷണലിസം ആൻഡ് ഗവൺമെന്റ്. ഇത് 4 പഠിച്ചോളൂ. അത് 4 എന്താണെന്ന് പഠിച്ചോളൂ. എന്തായാലും ക്വസ്റ്റ്യൻ ഷുവറാണ്, പഠിച്ചോളൂ. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? യെസ്. ദെൻ മറ്റൊരു ടോപ്പിക് ആണ് എന്ത് ഡിഫൈൻ റിലീജിയൻ ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്. മതത്തെ നിർവചിക്കുകയും അതിൻ്റെ ആവശ്യ സവിശേഷതകൾ വിശദീകരിക്കുകയും ചെയ്യുക. ഓക്കെ ആണല്ലോ? സെറ്റ് അല്ലേ? സെറ്റാണ്. ഈ ഒരു ടോപ്പിക് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എസ്സേ മുതൽ ഷോർട്ട് എസ്സേ ഒക്കെ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ടാവുന്നത്. പഠിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ് റിലീജിയൻ? ദെൻ റിലീജിയനിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ ആയിട്ട് കണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സ്, റിച്വൽസ്, ആചാരങ്ങൾ എന്തൊക്കെയാണ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് റിലീജിയസ് റിച്വൽസ്, അതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ അതിന് കൂടെ നിങ്ങൾ ഒന്നും കൂടെ നോക്കേണ്ട ഒരു ഭാഗം കൂടിയാണ് ഇത് പറയുന്നത്. ദ മാക്സ് വെബർ, എമിലി ഡുർക്കീം, E.B. ടൈലർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിലീജിയൻസ് ആസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. മതം ഒരു സാമൂഹിക സ്ഥാപനമാണ് എന്നതിൽ എമിലി ദുർക്കീമും മാക്സ് വെബറും E.B. ടൈലറും ഒക്കെ മുന്നോട്ട് വെച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചോളൂ. നമുക്ക് ഒരു ഷോർട്ട് ടെസ്റ്റ് ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ അല്ലേ? ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് ഇത് ദ സോഷ്യോളജിക്കൽ മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഫാമിലി എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്.
ആണോ? അതുപോലെ എക്കോണമി, അതുപോലെ നേഷൻ, പൊളിറ്റിക്സ് അല്ലേ? പിന്നെ എന്താണ്? എഡ്യൂക്കേഷനും റിലീജിയനും ഒക്കെ എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിന് എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ ഇതും പഠിച്ചോളൂ മക്കളെ. എന്താണ് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസം എന്നത് ഔപചാരികവും അനൗപചാരികവുമായ പഠന സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജീവിത പ്രക്രിയയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിലേക്കും ജോലിയിലേക്കും ചുവടുവെപ്പാണ് എന്ത്? സ്കൂൾ വിദ്യാഭ്യാസം ആണല്ലോ. +2 വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് നോക്കണം? നമ്മുടെ ഫ്യൂച്ചർ എയിം എന്താണോ അതിനുള്ള പഠനം പഠിക്കുക. ചുമ്മാ അങ്ങോട്ട് പഠിക്കുകയാണോ? എനിക്കൊരു ഡിഗ്രി വേണം, എനിക്കൊരു PG വേണമെന്ന് ചുമ്മാ പഠിക്കുകയാണോ? അല്ല, നമുക്ക് ഏത് മേഖലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത് ആ മേഖലയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ആണല്ലോ. നിങ്ങൾ എല്ലാവരും ഇപ്പോൾ ഒരു എയിം സെറ്റ് ചെയ്തില്ലേ? എയിം സെറ്റ് ചെയ്യാത്തവരുണ്ടോ? പെട്ടെന്ന് സെറ്റ് ചെയ്യുക. ഒരു എയിം എന്തായാലും ഉണ്ടാണ്. ചുമ്മാ വെറുതെ പഠിച്ചു പോവല്ല വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? അപ്പം ഒരു സ്കൂൾ വിദ്യാഭ്യാസം പിന്നീട് നമുക്ക് എന്താണ് നമ്മൾ ഏത് മേഖലയിലോട്ടാണോ? അപ്പോൾ പോലീസ് ഓഫീസറാണോ, ടീച്ചറാണോ? അപ്പം എന്ത് ചെയ്യുക? അത് ഏത് വിഷയം എടുത്ത് പഠിക്കണം അല്ലേ? അപ്പം അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ ആണല്ലോ. ദെൻ എമിലി ദുർക്കീം ഓൺ എഡ്യൂക്കേഷൻ, അദ്ദേഹത്തിൻ്റെ വ്യൂ പോയിന്റിലുള്ള എഡ്യൂക്കേഷൻ എന്നിട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യകത എന്തൊക്കെയാണെന്നൊക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പഠിച്ചോളൂ, ഷുവറായിട്ടും ചോദിക്കും. ഇത് 100% ഓക്കെയാണ്. പഠിച്ചോളൂ മക്കളെ. +1 നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണ്ടേ? ഫുൾ മാർക്കല്ലേ മക്കളെ ലക്ഷ്യം, അല്ലാതെ ജസ്റ്റ് പാസ്സായാൽ പോരല്ലോ. ഫുൾ മാർക്ക് നേടുക. അപ്പോൾ എന്ത് ചെയ്യുക? ഈ നോട്ട്സും ഈ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് ലഭ്യമാവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓണം എക്സാമിൻ്റെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യം ലഭിക്കും. മൈക്രോബിറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്റർ സമ്മറി, ദെൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും പ്രീവിയസ് ഇയേഴ്സിലായിട്ട് ചോദിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. വെറുതെ ചുമ്മാ കളയണോ? വേണ്ടല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്തുണ്ടാകും? ലിങ്ക് മുകളിലുണ്ടാകും. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ ആണല്ലോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. എന്നിട്ട് അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇനി ഏതൊക്കെ ടൈപ്പിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ എഡ്യൂപോർട്ടിൻ്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് ഓണം എക്സാമിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാണ്. ഓഗസ്റ്റ് 20 മുന്നെയാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് നല്ല ഓഫർ ലഭ്യമാണ്. ഇപ്പം നമുക്ക് നിലവിൽ 4,299 രൂപയാണ് നമ്മൾ ഈടാക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ജോയിൻ ചെയ്യുക. മികച്ച എഡ്യൂപോർട്ടിലെ ടീച്ചേഴ്സിൻ്റെ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 വർഷം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങുന്ന രീതിയിൽ നിങ്ങൾക്ക് സെറ്റാക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇത്തിരി വീഡിയോയുമായിട്ട് വീണ്ടും ബൈ.